നമസ്കാരം. കേരളത്തിലെ സയൻസ് ഗ്രൂപ്പിന് പഠിക്കുന്ന +1 കെമിസ്ട്രിയുടെ വീഡിയോ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിൽ വളരെ ലോ ലെവലായ കുട്ടികൾ മുതൽ ബ്രൈറ്റായ കുട്ടികൾ വരെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് മുതൽ നമ്മുടെ വീഡിയോകൾ ഓരോന്ന് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കുട്ടികൾക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കുന്ന വിധത്തിലാണ് ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമുക്ക് കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. +1 NCERT സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള +1 കെമിസ്ട്രിയുടെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, +1 chemistry, it can be useful for CBSE class 11 chemistry. Okay, +1 chemistry or CBSE class 11 chemistry also useful for CBSE 11th also. Unit 1, some basic concepts of chemistry. കെമിസ്ട്രിയുടെ ചില അടിസ്ഥാന കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യമാണ്, എന്താണ് കെമിസ്ട്രി എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ചുറ്റും എന്താണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് നമുക്ക് ചുറ്റുമുള്ളത്? നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ചുറ്റും, നമ്മുടെ രാജ്യത്തിന് ചുറ്റും, ഭൂമിയിൽ മൊത്തമായുമുള്ള വസ്തുക്കൾ നിങ്ങൾ കണ്ടിരിക്കും. ഭൂമിയെ കൂടാതെ മറ്റ് പ്ലാനറ്റുകളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, സോളാർ സിസ്റ്റം ഉണ്ട് അല്ലേ? ഭൂമി ഉൾപ്പെടെയുള്ള പ്ലാനറ്റുകളും ഗ്രഹങ്ങളും സൂര്യനും ചേർന്നിട്ടുള്ള സൗരയൂഥമുണ്ട്. കുറെ സൗരയൂഥങ്ങൾ ചേർന്ന് ഗാലക്സികളും ഒക്കെ ചേർന്നിട്ട് പ്രപഞ്ചമുണ്ടായിട്ടുണ്ട്. പ്രപഞ്ചം, യൂണിവേഴ്സ്. ഇനി കുറെ യൂണിവേഴ്സുകളുണ്ട്. ഒരു യൂണിവേഴ്സ് ആണോ? അല്ല, ലക്ഷക്കണക്കിന് യൂണിവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയും മില്യൺ, ട്രില്യൺ, കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി യൂണിവേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ചെറിയൊരു ഭാഗമൊന്നുമല്ല. നമ്മൾ നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മളെ യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട ഒരു യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളിന്റെ സൈസ് പോലുമില്ല. സൗരയൂഥത്തിന്റെ സൈസ് പോലും ഒരു ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെതില്ല. ഒരു പൊടി പടലത്തിന്റെ സൈസ് പോലും ഇല്ല. സൗരയൂഥം പോലും. ഒരു യൂണിവേഴ്സ്, ഒരു പ്രപഞ്ചം എടുത്തു കഴിഞ്ഞാൽ അപ്പം പിന്നെ ഭൂമിയുടെ സൈസ് പറയേണ്ടതില്ല. അത്രയും സ്മോളാണ്. അപ്പം നമ്മൾ സയൻസ് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ കണ്ടുപിടിച്ച യൂണിവേഴ്സ് വെച്ചിട്ട് നമുക്കൊരു കാര്യം നമ്മൾ പറയാൻ പോവുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയുമോ? ഈ യൂണിവേഴ്സ്, ഇതുവരെ കണ്ടുപിടിച്ച യൂണിവേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഒരൊറ്റ കോമ്പോണന്റ് കൊണ്ടാണ്. ഒരൊറ്റ ഘടകം ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള മുഴുവൻ പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരൊറ്റ കോമ്പോണന്റ്, ഒരൊറ്റ ഘടകം. കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകം.
ഒരൊറ്റ ഘടകം കൊണ്ടാണ് ഇതുവരെ കണ്ടുപിടിച്ച മുഴുവൻ പ്രപഞ്ചങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കണ്ടുപിടിക്കാനുള്ള പ്രപഞ്ചവും ഏറെക്കുറെ അങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഏതായാലും കണ്ടുപിടിച്ച പ്രപഞ്ചത്തിൽ ഒരു സിംഗിൾ ഘടകം മാത്രമേ ഉള്ളൂ. ആ ഘടകത്തിന്റെ പേര്, ആ കോമ്പോണന്റിന്റെ പേരെന്താണെന്ന് അറിയാം? എനർജി എന്നാണ്. ഊർജം. ഊർജം അല്ലെങ്കിൽ എനർജി എന്ന ഒരൊറ്റ കോമ്പോണന്റ് കൊണ്ടാണ് ഈ കാണപ്പെടുന്ന, ഈ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. എനർജി. ഓക്കെ, എനർജി. നമ്മൾ പരീക്ഷ എഴുതുന്നത് ഇംഗ്ലീഷിലാണല്ലോ അല്ലേ? നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയണം അല്ലേ? അപ്പം നമുക്ക് പറയാം, എങ്ങനെ പറയാം? ദ എൻറ്റയർ യൂണിവേഴ്സ്, the whole universe is made up of only one component called energy. The whole universe. Whole means മൊത്തത്തിലുള്ള യൂണിവേഴ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിച്ച യൂണിവേഴ്സ് ആണ്. The whole universe or the total universe. ആകെയുള്ള പ്രപഞ്ചം is made up of, നിർമ്മിച്ചിരിക്കുന്നത് the only one component, ഒരേ ഒരു component, that is called energy. ഊർജം എന്ന ഒരേ ഒരു component കൊണ്ടാണ് the whole universe, മൊത്തത്തിലുള്ള യൂണിവേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ എനർജി രണ്ട് രൂപത്തിലാണ് യൂണിവേഴ്സിൽ കാണപ്പെടുന്നത്. ഒന്ന് മാറ്റർ, ദ്രവ്യം. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുതകാന്ത തരംഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഒരേ ഒരു കോമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ എൻറ്റയർ, entire means total, the whole, entire or the whole universe is made up of only one component called energy. Okay, ഈ എനർജി രണ്ട് രൂപത്തിലാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത്. നമ്മൾ മൊത്തം പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി നമ്മൾ പ്രപഞ്ചത്തിന്റെ അകലയിലേക്കൊന്നും പോകണ്ട. നമ്മളെ റൂമിലോട്ട്, നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ, ക്ലാസ്സിൽ തന്നെ നോക്കിയാൽ മതി. ഈ രണ്ട് കോമ്പോണന്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് മാറ്റർ ആണ്. മാറ്റർ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ടു ഫോംസ്. രണ്ട് രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ടു ഫോംസ്. ഒന്നാമത്തത് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദ്രവ്യം. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുത കാന്ത രശ്മികൾ. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ നമ്മളെ റൂമിൽ തന്നെ ഈ രണ്ടും ഉണ്ട്. നമ്മളെന്താണ്? നമ്മള് മാറ്ററാണ് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മുടെ റൂമിലുണ്ടോ? നമ്മളെ വീട്ടിലുണ്ടോ? സ്കൂളിലുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? ഉണ്ട്. നമ്മളെ ബോഡിയിൽ നിന്ന് IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ഇൻഫ്രാറെഡ് കിരണങ്ങൾ പുറത്തു പോകുന്നില്ലേ? നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ചൂട് പുറത്തോട്ട് പോകുന്നില്ലേ? ഈ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ്, അതായത് IR എന്ന് പറയും. IR രശ്മികളാണ്, IR റെഡ് റേഡിയേഷൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്ന ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR റേഡിയേഷൻ ആണ്. IR റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. പിന്നെ നമുക്ക് ചുറ്റും വിസിബിൾ ലൈറ്റ് ഇല്ലേ? പ്രകാശമില്ലേ?
പ്രകാശമുണ്ടായത് കൊണ്ടാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. രാത്രി ഇടത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്താണ് പ്രകാശം? പ്രകാശം എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുതകാന്തിക തരംഗമാണ്. അപ്പൊ നമുക്ക് ചുറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇല്ലേ? നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റൂ. അതേപോലെ നിങ്ങൾ എക്സ്റേ കേട്ടിട്ടില്ലേ? കാലിന് കൈക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എല്ലിനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുക്കൂലേ? ബോഡിയുടെ എക്സ്റേ എടുക്കൂലേ? എക്സ്റേ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് കുട്ടികളെ. പിന്നെ മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? റേഡിയോ വേവ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. റേഡിയോ വേവ്. റേഡിയോ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണത്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഒരു രൂപമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ IR റേഡിയേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. IR റേഡിയേഷൻ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. നമ്മളെ കണ്ണിന് വിസിബിൾ റേഡിയേഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷെ നമ്മളെ ബോഡിയിൽ നിന്ന് ചൂട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് അനുഭവം ഉണ്ട്, ഫീലിങ്സ് ഉണ്ട് അല്ലേ? എക്സ്റേ നമുക്ക് കാണാൻ പറ്റൂല. അതേപോലെ നിങ്ങൾ UV ലൈറ്റ് എന്ന് കേട്ടിട്ടില്ല? അൾട്രാ വയലറ്റ് റേഡിയേഷൻ, അൾട്രാ വയലറ്റ് രശ്മികൾ. അതും എന്താണ് കുട്ടികളെ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ തന്നെയാണ്. അപ്പം അത് എനർജിയുടെ ഒരു രൂപമാണ്. ഇതേപോലെ മാറ്റർ. മാറ്റർ നിങ്ങൾ നമ്മളൊക്കെ മാറ്ററാണ്. അപ്പൊ മാറ്ററിന് നമുക്ക് ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞൂടെ? എന്താണ് മാറ്ററും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെയും, അതായത് ഊർജം, അതായത് എനർജി, രണ്ട് രൂപത്തിലാണ് നമ്മുടെ ചുറ്റും കാണപ്പെടുന്നത്. ഒന്ന് എന്താണ്? മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യം. രണ്ടാമത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുതകാന്തിക തരംഗങ്ങൾ. രണ്ടും എനർജി തന്നെയാണ്. അപ്പം ഇതിന്റെ ചെറിയൊരു ഡെഫിനിഷൻ എന്താണ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡെഫിനിഷൻ നമ്മളിവിടെ പഠിക്കും. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം ഇവിടെ പറയാം. വിശദമായി നമ്മൾ പിന്നീട് വിവിധ മോഡ്യൂളുകളിൽ, വിവിധ പാഠങ്ങളിൽ, വിവിധ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. മാറ്റർ, ദ്രവ്യം എന്താണ്? ഇറ്റ് ഹാസ് മാസ് ആൻഡ് വോളിയം. മാറ്ററിന് എന്തുണ്ട്? മാസ് ഉണ്ട്. നമുക്ക് മാസ് ഇല്ലേ കുട്ടികളെ? മാസ് ഉണ്ടല്ലോ. നിങ്ങള് വെയിറ്റ് നോക്കാറില്ല? വെയിറ്റ് ഇല്ല നിങ്ങൾക്ക്? ചിലവര് 40 കിലോ ഉണ്ടാവും, ചിലവര് 50 കിലോ ഉണ്ടാവും, ചിലവര് 35 കിലോ ഉണ്ടാവും ഇല്ലേ? അപ്പൊ എല്ലാവർക്കും ഭാരം ഉണ്ടല്ലോ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിണ്ഡം എന്നാണ്. പിണ്ഡം അല്ലെ മലയാളത്തില്? അപ്പൊ മാസ് ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ, പിണ്ഡം പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മള് മാസ് എന്ന് പറയും. മാസ് പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമില്ല? ഇല്ലല്ലോ. പിന്നെ വോളിയം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യാപ്തം. വ്യാപ്തല്ലേ? എന്താണ് വ്യാപ്തം? നമ്മൾ ബക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ബക്കറ്റിന് പുറത്ത് ചെയ്തിട്ടില്ലേ? 5 ലിറ്റർ 2 ലിറ്റർ പാത്രങ്ങളുടെ പുറത്ത്. അതെന്താണ്? ആ ബക്കറ്റിന്റെ വ്യാപ്താണ്. അതായത് ആ ബക്കറ്റിൽ എത്ര വെള്ളം കൊള്ളും? 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ വെള്ളം കൊള്ളും. അതായത് ആ ബക്കറ്റിന്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ട് എന്നാണ്, എത്ര സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പോൾ വ്യാപ്തത്തിന്റെ, വോളിയത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? ലിറ്റർ. അതുകൊണ്ടാണ് ലിറ്റർ എന്നൊക്കെ പറയുന്നത്. ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന, ഒരു വസ്തു ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്, എത്ര സ്പേസ് ഉണ്ട് എന്ന് പറയുന്നതാണ് വോളിയം കേട്ടോ. അതൊക്കെ നമ്മൾ പിന്നീട് പറയും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതായത് ഒരു വസ്തുവിന് മാസ് ഉണ്ട്, അതായത് പിണ്ഡമുണ്ട്, അതേപോലെ വ്യാപ്തം ഉണ്ട്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം ഉണ്ടെങ്കിൽ അത് മാറ്റർ ആണ്. അപ്പൊ നമ്മൾ മാറ്റർ അല്ലേ? നമുക്ക് മാസ് ഇല്ലേ? വോളിയല്ലേ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പം മാസും വോളിയുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്താ വിളിക്കുക? മാറ്റർ എന്നാ വിളിക്കുക. ബാക്കി നമുക്ക്